ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റിനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാനാണ് ആലോചന. നിലവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പങ്കിനെക്കുറിച്ചും SIT അന്വേഷണം ആരംഭിച്ചു. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഈ വർഷം സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിവേഗ നടപടിയിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ വൈകാതെ ചോദ്യം ചെയ്യും. പിന്നാലെ അറസ്റ്റിലേക്ക് കടക്കാനാണ് ആലോചന. നിലവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. ഈ വർഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ട തീരുമാനത്തിന്റെ രേഖകളും ദേവസ്വം ബോർഡിനോട് SIT ആവശ്യപ്പെട്ടു. 2019 ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനയിൽ നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചു. കൂടുതലിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ വീണ്ടും വിളിച്ചു വരുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു. നിലവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഇടപാടുകളും സംശയത്തിന്റെ നിഴലിലേക്ക് വന്നതോടെ ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും രാജി അനിവാര്യമാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളന്മാരോ അല്ലെങ്കിൽ പ്രതിയാകേണ്ട ആളുകൾ ആരെങ്കിലും അയ്യോ ഞാൻ തെറ്റ് ചെയ്തെന്ന് പറയോ? ഇവരൊന്നും അതിന്റെ അടിച്ചതിന്റെ അകത്ത് കയറ്റാൻ പാടില്ല, ഓടിക്കണം അവിടെ നിന്ന്. ഈ വർഷം സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ വീഴ്ച പറ്റിയിട്ടുള്ള നിലപാടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നേരിട്ട് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും അതിന്റെ ചുമതല നൽകിയത് ഗ്യാരണ്ടി കാലാവധി ബാക്കിയുള്ളതിനാലാണെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കും. മീഡിയ 1 തിരുവനന്തപുരം.